നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഫൈൻ ആർട്സ് കോളേജ് മതിലിൽ സരസ്വതി ദേവിയെ നഗ്നയാക്കി ചിത്രീകരിച്ച് പോസ്റ്റർ. ഡൽഹിയിലെ പാറ്റ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പോസ്റ്ററുകളിലൊന്നിലാണിത്. മതവികാരം വ്രണപ്പെടുത്താനും ക്യാമ്പസിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണിത്. ഡൽഹി സമരത്തിന് പിന്തുണ എന്ന പേരിൽ ഒട്ടിച്ച പോസ്റ്ററുകളിൽ സരസ്വതി ദേവിയെ നഗ്നയാക്കി ചിത്രീകരിച്ചതിനു പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും അസഭ്യം പറഞ്ഞും അപകീർത്തിപ്പെടുത്തിയും ഇതേ മതിലിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. പോസ്റ്ററുകളിൽ പ്രതിഷേധം സംഘടിപ്പിച്ച സംഘടനയുടെയോ വ്യക്തികളുടെയോ പേരുകളോ മേൽവിലാസമോ നൽകിയിട്ടില്ല. യാതൊരുവിധ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ അജ്ഞാതരായി നിന്ന് ക്യാമ്പസുകളിൽ കലാപശ്രമം നടത്തുകയാണെന്നാണ് വിമർശനം. എന്നാൽ പോസ്റ്ററുകൾ കോമ്പൗണ്ടിന് വെളിയിലായതിനാൽ കോളേജിന്റെ അനുമതി ആവശ്യമില്ലെന്ന വിചിത്രമായ നിലപാടാണ് പ്രിൻസിപ്പൽ സ്വീകരിച്ചത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രിൻസിപ്പലിന്റെ സമീപനത്തിലും വൻ പ്രതിഷേധമുണ്ട്. കോട്ടയം ളാക്കാട്ടൂർ മറ്റപ്പള്ളിയിൽ കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച കുടുംബത്തിലെ 4ാമത്തെ ആളും മരിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ അലൻ തോമസ് ചൊവ്വാഴ്ച മരണത്തിന് കീഴടങ്ങി. 12 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. അലന്റെ മാതാപിതാക്കളായ ചിറ്റപ്പുറത്ത് വീട്ടിൽ തോമസ്, ജോത്സ്ന തോമസ്, സഹോദരി മരിയ തെരേസ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണമടഞ്ഞിരുന്നു. കോട്ടയം എസ്.പിയുടെ നേതൃത്വത്തിൽ കുടുംബത്തിന്റെ ആത്മഹത്യ സംബന്ധിച്ച് ഊർജിത അന്വേഷണം നടക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ശബരിമലയിൽ അഷ്ടാഭിഷേകമടക്കമുള്ള പൂജകൾക്കും വഴിപാടുകൾക്കും ഇനി സെൻട്രൽ സ്റ്റോർ വഴി മാത്രമാകും സാധനങ്ങൾ വാങ്ങി സംഭരിക്കുകയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. ചിങ്ങമാസ പൂജ മുതൽ നടപ്പാക്കും. തീരുമാനം ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് അംഗീകരിച്ചു. ഇതോടെ ദേവസ്വം ഉദ്യോഗസ്ഥർ കരാറുകാർക്ക് സമാനമായ സാധനങ്ങൾ എത്തിക്കുന്ന തെറ്റായ രീതി അവസാനിപ്പിക്കുമെന്ന് കോടതി വിലയിരുത്തി. അഷ്ടാഭിഷേകത്തിനുള്ള പാലും പനിനീരും കരിക്കും ബില്ലോ വൗച്ചറോ ഇല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നേരിട്ട് വാങ്ങുന്നതിലും പൂജാ സാമഗ്രികൾ സുനിൽ സ്വാമി എന്ന സ്പോൺസറിനെ ആശ്രയിക്കുന്നതിലും കോടതി നേരത്തെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് അടിമാലിയിൽ വിനോദസഞ്ചാരികളും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ നടന്ന തർക്കം ആക്രമണത്തിൽ കലാശിച്ചു. അടിമാലി ജന്ന റെസിഡൻസി സൂപ്പർവൈസർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒറ്റപ്പാലം അപ്പക്കാട്ട് അരുൺ സോമൻ, ലക്കിടി നെച്ചിലങ്ങത്തൊടി അലി അക്ബർ, പാലപ്പുറം കരിക്കിലേത്ത് മുഹമ്മദ് റിസാൻ എന്നിവരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്തു. വിവാഹാലോചന നിരസിച്ചതിന് അച്ഛനെയും മകനെയും തട്ടിക്കൊണ്ടുപോയി ചങ്ങലക്കിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. വെള്ളല്ലൂർ പുളിയറക്കോണം വീട്ടിൽ സുധീഷ്, സുഹൃത്തുക്കളായ ആരോമൽ, ലാൽകൃഷ്ണ, അരുൺ എന്നിവരാണ് പോലീസ് പിടിയിലായത്. കുമളിയിൽ നിന്നും നാട്ടുകാരുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളിൽ ഒരാൾ ഭക്ഷണം വാങ്ങാൻ കടയിലെത്തിയപ്പോൾ സംശയം തോന്നിയ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. എൽനീനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് വൈദ്യുതി ബോർഡ് പറയുന്നു. ഓണക്കാലത്തെ യാത്രാ തിരക്ക് മുൻകൂട്ടി കണ്ട് ബംഗളൂരു എറണാകുളം റൂട്ടിൽ ഇന്ത്യൻ റെയിൽവേ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 10 മുതൽ സെപ്റ്റംബർ 6 വരെ സർവീസ് നടത്തുന്ന ഈ പ്രതിവാര ട്രെയിൻ ഞായറാഴ്ചകളിൽ രാത്രി 11:10 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 ബംഗളൂരു SMVTയിൽ എത്തിച്ചേരും. തിരികെ തിങ്കളാഴ്ച വൈകിട്ട് 4 SMVTയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ചൊവ്വാഴ്ച രാവിലെ 5:45 എറണാകുളത്തെത്തും. കോഴിക്കോട് താണയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് സമീപത്തെ ക്യാന്റീനിൽ അഴുകിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 3 ദിവസമായി അടഞ്ഞുകിടന്ന ക്യാന്റീനിന്റെ വർക്ക് ഏരിയയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ ക്യാന്റീൻ തുറക്കാൻ ജീവനക്കാർ അകത്ത് പ്രവേശിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് 2 ദിവസത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരിച്ചയാളെ ഇതുവരെ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഇടുക്കി കട്ടപ്പന സ്വദേശിയായിരിക്കുമെന്നാണ് പ്രാഥമിക വിവരം. മരിച്ചയാളെ മുൻപും ക്യാന്റീന്റെ പരിസരത്ത് സ്ഥിരമായി കണ്ടിരുന്നുവെന്ന് പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നും സ്വാഭാവിക മരണമാണോ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വ്യക്തമാകൂ എന്ന് പോലീസ് പറയുന്നു. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ്. ഈ മാസം ആദ്യ 3 ആഴ്ചകളിലായി ഡെങ്കിപ്പനി ബാധിച്ച് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 192 പേരാണ്. ജൂലൈ 14 ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്തത്. ഒരൊറ്റ ദിവസം 44 പേർക്ക് വൈറസ് സ്ഥിരീകരിച്ചു. 16 33 പേർക്കും സ്ഥിരീകരിച്ചു.
ജയിൽ ചട്ടം ലംഘിച്ച് ജില്ലാ ജയിലിൽ രാഷ്ട്രീയ പരിപാടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ജയിലിൽ VS അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു, കോർപ്പറേഷൻ മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. എന്നാൽ ജയിൽ അധികൃതർ ഇക്കാര്യം നിഷേധിച്ചു. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ ഭേദഗതിയെ സുപ്രീം കോടതിയിൽ അനുകൂലിച്ച് സംസ്ഥാന സർക്കാർ. വഖഫ് ഭേദഗതി നിയമത്തിലെ വകുപ്പ് 14 പ്രകാരമുള്ള ബോർഡ് സംഘടിപ്പിക്കുമെന്നും സൂചന നൽകി. നിയമ ഭേദഗതിയെ ദേശീയ തലത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും എതിർക്കുന്നതിനിടെയാണ് UDF സർക്കാരിന്റെ അനുകൂല നിലപാട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെതിരെ RSS അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച സ്വകാര്യ ക്രിമിനൽ പരാതിയിൽ കർണാടക മന്ത്രി പ്രിയങ്ക് ഖാർഗെയും കോൺഗ്രസ് നേതാവ് മുഹമ്മദ് നാലപ്പാടും ഓഗസ്റ്റ് 1 നേരിട്ട് ഹാജരാകണമെന്ന് ബംഗളൂരു കോടതി ഉത്തരവ്. നേരത്തെ അയച്ച സമൻസ് പോലീസിന് കൈമാറാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് 42ാമത് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി നേരിട്ട് ഓഗസ്റ്റ് 1 ഹാജരാകാൻ ആവശ്യപ്പെട്ട് പുതിയ സമൻസ് അയക്കുകയായിരുന്നു. കർണാടകയിലെ DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റുകളും ജാതി സർട്ടിഫിക്കറ്റുകളും നൽകുന്നതിനായി വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള പരിപാടി ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന SIR പരിശോധനയിൽ നിന്ന് കോൺഗ്രസിന്റെ നിയമവിരുദ്ധ വോട്ട് ബാങ്ക് സംരക്ഷിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് BJP ആരോപിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിച്ച സംസദ് ചലോ മാർച്ചിനിടെ ഡൽഹി പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ചുള്ള പൊതു താൽപര്യ ഹർജി PIL അടിയന്തരമായി പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കാരിയ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിനു മുന്നിലാണ് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിലേക്കൊന്നും കോടതിയെ വലിച്ചിഴക്കരുത്, ഹർജി നാളെ പരിഗണിക്കും എന്ന വാക്കുകളോടെ ബെഞ്ച് അടിയന്തര ലിസ്റ്റിംഗ് നിരസിച്ചു. ദീർഘവീക്ഷണത്തോടെ 2014 നരേന്ദ്രമോദി സർക്കാർ തുടങ്ങിയ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൂടുതൽ സജീവമാക്കി ഇറക്കുമതിക്ക് പൂട്ടിടാൻ ഒരുങ്ങുന്ന ഉൽപാദന പ്രോത്സാഹനത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സ്വയം പര്യാപ്തത നേടുകയുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഇറക്കുമതിക്ക് വൻതോതിൽ പണം ചിലവിടുന്നത് ഒഴിവാക്കാനുള്ള ബൃഹത് പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്രം. ഭാരതത്തിൽ വിവിധ മേഖലകളിലായി 15.8 ലക്ഷം കോടി മൂല്യമുള്ള 1272 ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാനാണ് പദ്ധതി. കെമിക്കൽ, ഇലക്ട്രോണിക് മെഷീനറി, സ്പെഷ്യാലിറ്റി സ്റ്റീൽ എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് പ്രഥമ പരിഗണന. ഇതിനായി കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹിക്കുന്ന പരിഗണന നൽകി പ്രത്യേക പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടുള്ള നിരീക്ഷണത്തിലും നിർദ്ദേശപ്രകാരവുമാണ് ഈ വൻ പദ്ധതി നടപ്പാക്കുക. മധ്യ കാശ്മീരിലെ ബുഡ്ഗാം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് ബീർവ ഖാഗ് പ്രദേശങ്ങളിൽ വൻ വെള്ളപ്പൊക്കമുണ്ടായി. ഒരാൾ മരിക്കുകയും മാർക്കറ്റുകൾക്കും താമസ സ്ഥലങ്ങൾക്കും വ്യാപക നാശനഷ്ടമുണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് സുരക്ഷാ സേനകൾ എന്നിവരെ വിന്യസിച്ചു. കാശ്മീരിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ടീമുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും തിങ്കളാഴ്ച മുതൽ അവർ ഡ്യൂട്ടിയിലുണ്ടെന്നും ബുധനാഴ്ച ഒരു സിവിൽ ഡിഫൻസ് വാർഡൻ വ്യക്തമാക്കി. പാർലമെന്റ് ഹൌസ്, റാഫി മാർഗ് എന്നിവയുൾപ്പെടെ ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത ബാരിക്കേഡുകൾ തുടരുന്നു. നീറ്റിലെ ക്രമക്കേടുകൾ ആരോപിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടരുകയാണ്. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ച നടത്താമെന്ന ധാരണ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗുമായുള്ള ചർച്ചയിൽ ഉണ്ടായിരുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ പിന്നീട് കോൺഗ്രസ് പ്രധാനമന്ത്രി മോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും രാജി ആവശ്യപ്പെട്ട് സമരം കടുപ്പിക്കുകയും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കും മാർച്ച് നടത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് സർക്കാർ വിശദീകരണം. പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് $10 ബില്യൺ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സൗകര്യം തേടി. വാഷിംഗ്ടണുമായുള്ള അടുത്ത ബന്ധത്തിന്റെ സൂചന നൽകുന്നതിനിടയിൽ കരുതൽ ധനത്തിനും രൂപയുടെ മേലുള്ള സമ്മർദ്ദം ലഘൂകരിക്കാനും ഈ അഭ്യർത്ഥന സഹായിക്കും. മോൺസ്റ്റേഴ്സ് വേഴ്സസ് ചിത്രങ്ങളായ ഗോഡ്സില്ല വേഴ്സസ് കോങ്, ഗോഡ്സില്ല വേഴ്സസ് കോങ് ദി ന്യൂ എംപയർ എന്നിവയിലെ ജിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച 18 വയസ്സുള്ള നടി കെയ്ലി ഹോട്ടിൽ അന്തരിച്ചു. ചൊവ്വാഴ്ച മെരിലാൻഡിലെ ഫ്രെഡറിക്കിൽ നടന്ന ഒരു റോഡ് ഗതാഗത അപകടത്തിൽ ജിയ കൊല്ലപ്പെട്ടതായി ആംഗ്യഭാഷയിൽ ഫേസ്ബുക്കിൽ തത്സമയം അവതരിപ്പിച്ച വാർത്തയിലൂടെയാണ് പിതാവ് ജോഷുവ ഹോട്ടിൽ ഇത് സ്ഥിരീകരിച്ചത്. കെയ്ലി ഹോട്ടലും അവളുടെ അച്ഛനും ബധിരരാണ്. ഇവർ പല തലമുറകളുള്ള ഒരു ബധിര കുടുംബത്തിൽ നിന്നുള്ളവരാണ്.
കോങ്ങുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന ബധിരയായ അനാഥയായ ജിയ എന്ന കഥാപാത്രമായി ഇവർ സ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ചു. 3 വർഷത്തിന് ശേഷം ആ വേഷം വീണ്ടും അവതരിപ്പിച്ചു. 2 സിനിമകളുടെയും വൈകാരിക കേന്ദ്രമായി ആ കഥാപാത്രം മാറി. ഇറാന്റെ ആണവശേഖരം ഒളിപ്പിച്ച് സാഗ്രോസ് പർവ്വത മേഖല ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ നഡാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള പിക്കാക്സ് മൗണ്ടൻ മലനിരകളിലെ തുരങ്കങ്ങളിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്ന ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ ഇറാൻ മാറ്റിയതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ മേൽ 10 ഇരട്ടിയായ തിരിച്ചടിയെന്നാണ് US യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും പ്രതികരിച്ചത്. ഇറാനുമായി വിശാലമായ സൈനികമായ ഏറ്റുമുട്ടലിന് അമേരിക്ക തയ്യാറെടുക്കുന്നുണ്ടാകാം. എന്നാൽ പെന്റഗണിൽ നിന്ന് വൈറ്റ് ഹൌസിന് പൂർണ്ണ ചിത്രം ലഭിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഒരു നീണ്ട സംഘർഷം നിലനിർത്താൻ വാഷിംഗ്ടണിന് ശേഷിയുണ്ടോ എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥരും പ്രതിരോധ വിദഗ്ധരും ആശങ്ക ഉന്നയിച്ചു. വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഇറാൻ സംഘർഷത്തിൽ ഉൾപ്പെട്ട ഒരു US ഉദ്യോഗസ്ഥൻ സൈന്യം ഇതിനകം തന്നെ പ്രധാന ആയുധങ്ങളുടെ ശേഖരം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അവകാശപ്പെട്ടു. കൂടാതെ പ്രവർത്തനങ്ങളുടെ ഏതെങ്കിലും വിപുലീകരണം നിലനിർത്താൻ പ്രയാസമാകുമെന്ന മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.